അങ്ങനെ ലെനിൻ വന്നു. വരുമ്പോൾ ഞാനിങ്ങനെ ഓട്ടപ്പാച്ചലിലാണ്. സാറെന്നെ ശ്രദ്ധിച്ചു, കണ്ടു. ഞാൻ സാറിൻ്റെ അടുത്ത് പോയി. എനിക്ക് വല്ലാതെ സങ്കടവും കണ്ണൊക്കെ നിറഞ്ഞു. സാറ് നീ പോയില്ലേന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ പോകാൻ പറ്റില്ല സാർ, போக முடியாது சார், நான் இங்கே இப்போ ரொம்ப நாள் ஆச்சு, இங்கே தான் இருக்கேன். ശരി എന്ന് പറഞ്ഞു. സാറിൻ്റെ അപ്പോൾ സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എഴുതി തന്നു. എന്നെ വിളിക്കാൻ പറഞ്ഞു, സാറിനെ വിളിക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് സാറിനെ വിളിച്ചു. സാറ് എന്നോട് ആൽവാർപേട്ടയിൽ സാറിൻ്റെ വീട്, അവിടെ അഡ്രസ്സ് തന്നു. ആൽവാർപേട്ടയ്ക്ക് വരാൻ പറഞ്ഞു. സാറിനെ പോയി കണ്ടു. സാറിനെ പോയി കണ്ടപ്പോൾ കുണ്ടറത്തൂർ സാറിനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, സാറിൻ്റെയൊക്കെ തറവാട്. ഈ ലെനിൻ സാറിൻ്റെ അച്ഛൻ പ്രശസ്തനായിട്ടുള്ളൊരു തമിഴ് സിനിമ സംവിധായകനാണ്. ശിവാജി ഗണേശൻ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ളൊരു സംവിധായകനാണ്. അതായത് പ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരുപാട് സിനിമകൾ, പാസമലർ, പാലും പഴവും, അങ്ങനെ പാ എന്ന് പറയുന്ന വാക്കിൽ കുറേ സിനിമകൾ ടൈറ്റിൽ ചെയ്തിട്ടുണ്ട്. ആ സംവിധായകനാണ് ഈ ലെനിൻ സാറിൻ്റെ പിതാവ്, അച്ഛൻ ഭീംസിംഗ് സാറ്. ഭീംസിംഗ് സാറിൻ്റെ വീടാണ് ഈ കുണ്ടറത്തൂർ. അതായത് ഭീംസിംഗ് സാറും അമ്മയൊക്കെ ആയിട്ട് അവർ എല്ലാവരും കൂടി തറവാട് എന്ന് പറയാം. കുണ്ടറത്തൂർ എന്ന് പറയുന്ന സ്ഥലം, കുണ്ടറത്തൂർ എൻജിനീയറിംഗ് കോളേജൊക്കെ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അറിയുമായിരിക്കും, ഫേമസ് ആണത്. ചെന്നൈയിൽ നിന്ന് ഒരുപാട് ദൂരെ പോകണം. ഗ്രാമമാണ്. ഈ ഏരി എന്ന് വെച്ചാൽ പുഴയൊക്കെ ഉണ്ട്, താറാവ് വളർത്തുന്ന ആളുകളുണ്ട്, പശുക്കൾ, പോത്ത് വളർത്തുന്നവർ, അങ്ങനെ ഒരു ഗ്രാമത്തിലാണത്. അതൊരു വലിയ, ഏകദേശം ഒരേക്കറിന് മേലെ സ്ഥലമുണ്ട്. തെങ്ങുംതോപ്പാണ്. പത്മിനി തോട്ടം എന്നാണ് അതിന് പറയുക. അതായത് ലെനിൻ സാറിൻ്റെ അച്ഛന് മുമ്പ് ആ തോട്ടം ഈ രാഗിണി, പത്മിനി നടിമാരുണ്ടല്ലോ, അവരുടെ തോട്ടമായിരുന്നു അത്, അവരുടെ വീടായിരുന്നു. അവരിൽ നിന്നാണ് ഈ ഭീംസിംഗ് സാറ് ഈ എസ്റ്റേറ്റ് വാങ്ങുന്നത്, ആ വീട് വാങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുള്ളത്, അവിടെ ഇപ്പോൾ നിലവിലാരുമില്ല, അവരൊക്കെ മാറി, ഓരോരുത്തർ പല പല സ്ഥലങ്ങളിലായി. ലെനിൻ സാറൊക്കെ ആൽവാർപേട്ടയിൽ ആണ് താമസിക്കുന്നത്. ലെനിൻ സാറിൻ്റെ ബ്രദറാണ് ബി കണ്ണൻ സാറ്. ഇപ്പം ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു. കണ്ണൻ സാറ് ഡയറക്ടർ ഭാരതി രാജ സാറിൻ്റെ ക്യാമറാമാനാണ്. അപ്പോൾ ഈ കുണ്ടറത്തൂർ വീട്ടിൽ നിന്നോളൂ, അവിടെ ഈ തേങ്ങയൊക്കെ പറക്കി വെക്കണം, ആ വീട് നോക്കണം, ശുദ്ധമായിട്ട് വൃത്തിയായിട്ട് നോക്കണം. പിന്നെ കൂത്തുപെട്ടറിൽ ജയറാവു എന്ന് പറയുന്ന ഒരാൾ തിയേറ്റർ ലാബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം KK നഗറിൽ ഉണ്ട്, അവിടെ നിന്നെ ചേർക്കാം. നീ സിനിമ അഭിനയം കുറച്ച് പഠിക്കൂ. പിന്നെ അവിടെ ഒരുപാട് സിനിമാക്കാർ വരികയും ഓഡിഷൻ നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ നിനക്ക് അതൊരു ഗുണമാവും എന്ന് പറഞ്ഞു. അപ്പോൾ നിനക്ക് ഇവിടെ നിൽക്കാം, പിന്നെ എന്തെങ്കിലും പൈസ ഞാൻ തരും, കുറേശ്ശെ പൈസ തരാം, വണ്ടിക്കാശൊക്കെ ആയിട്ട് എന്തെങ്കിലും തരാം എന്നും പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ നിന്നു. കുണ്ടറത്തൂർ പോകുമ്പോൾ എന്നിട്ട് സാർ ആ വീടിൻ്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞു. ഇത് ഇങ്ങനെ രാഗിണി അവരുടെ എസ്റ്റേറ്റായിരുന്നു. അവിടെ ഒരു 3 തെങ്ങുണ്ട്, അതായത് ഒറ്റ കടയിൽ നിന്ന് 3 തെങ്ങ്. അത് ഇവർ രാഗിണി, പത്മിനി, ഒരാളും കൂടിയുണ്ട്, 3 സഹോദരിമാർ. ആ 3 സഹോദരിമാർ ഒരുമിച്ച് വെച്ച തെങ്ങാണ്. അപ്പോൾ അവരുടെ 3 പേര് ഒരുമിച്ച് നിൽക്കുന്ന പോലെയാണ് ഈ തെങ്ങ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സാറ് കാണിച്ചു തന്നു. പിന്നെ ഒരു ചെയറുണ്ട്, ഒരു ചാരി കസേര. ഈ കസേര ആരൊക്കെ ഇരുന്ന കസേരയാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അറിയില്ലല്ലോ. ശിവാജി ഗണേശൻ ഇരുന്നിട്ടുണ്ട്, ത്യാഗരാജ ഭാഗവതർ ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ ഡിസ്കഷൻ ചെയ്തിട്ടുള്ള വീടാണത്. ഇവിടെ ഇത് സിനിമയുടെ ചരിത്രം ഉറങ്ങുന്നൊരു വീടാണ് എന്നൊക്കെ സാറ് ഈ വീടിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് സാറ് പോയി. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്.
ആ വീടിൻ്റെ മുമ്പിൽ ആ കോമ്പൗണ്ടിൽ തന്നെ ഈ കണ്ണൻ സാറിന് കുറച്ച് അവകാശമുണ്ട്. കുറച്ച് സ്ഥലം കണ്ണൻ സാറിൻ്റെയാണ്. പിന്നെ കുറച്ച് സ്ഥലം ഇവർ ഇങ്ങനെ വീതിച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷേ ലെനിൻ സാറാണ് അത് മൊത്തത്തിൽ ഈ വീട് തൽക്കാലം ലെനിൻ സാറ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ കണ്ണൻ സാറിൻ്റെ സ്ഥലം നോക്കാനായിട്ട് ഒരു ഫാമിലി ഉണ്ട്. രാജയും രാജയുടെ ഭാര്യയും 2 മക്കളും. അവർ മുമ്പിലൊരു വീടുണ്ട്, ഒരു ചെറിയ തൊഴുത്ത് പോലത്തെ ഒരു വീട്. അപ്പോൾ ഈ എന്നോട് പറഞ്ഞു അവരായിട്ടൊന്നും വലിയ ഇത് വേണ്ട, വേറൊന്നുമല്ല, രാജ കുറച്ച് കഴിക്കും. അപ്പോൾ ഞാൻ കഴിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ കഴിക്കുന്ന എൻ്റെ ആ ഒരു മുഖം ലെനിൻ സാറിന് അറിയില്ല. ലെനിൻ സാർ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ വളരെ ഭസ്മമൊക്കെ തൊട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടല്ലാതെ ലെനിൻ സാറിൻ്റെ മുമ്പിൽ അവതരിച്ചിട്ടില്ല. അപ്പോൾ ഞാനങ്ങനെ ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാവാം രാജയായിട്ടൊന്നും വലിയ കൂട്ടിന് പോകണ്ട, ഇവിടെ രാത്രി ഇവിടെ കിടന്നോ, രാവിലെ അവിടെ പഠിക്കാൻ പോക്കോ, അതിനിടയ്ക്ക് ഈ തേങ്ങയൊക്കെ പറക്കിയിട്ട് വീടൊക്കെ വൃത്തിയാക്കി വയ്ക്കുക, അത്രേ ഉള്ളൂ പണി. ഞാൻ ആ വീട്ടിൽ കയറി എനിക്ക് ഈ ചരിത്രം പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയിലെ രാജാക്കന്മാർ കൈകാര്യം ചെയ്ത, അതായത് ത്യാഗരാജ ഭാഗവതർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ പറയാം നല്ലതാണ്. ഞാനിവിടുന്ന് എനിക്ക് അത്യാവശ്യം വണ്ടിക്കാശ് തന്നിട്ടുണ്ട്. എനിക്കൊരു ശീലമുണ്ട്, അത് തൃപ്പൂണിത്തുറ ഉള്ളപ്പോൾ അല്ല, അതായത് തൃപ്പൂണിത്തുറയിൽ നിന്ന് ചങ്ങമ്പുഴ പാർക്ക് വരെ പോകാൻ അന്നൊരു 10 രൂപ 11 രൂപ മതി. പക്ഷേ ഞാൻ കൂടുതലും ബസ്സിൽ പോകാറില്ല, അല്ലെങ്കിൽ മാക്സിമം നടക്കാനാണ് ശ്രമിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുത്ത് വായന ഇത്തിരി പുറകോട്ടായതുകൊണ്ട് ഈ ഡയലോഗ് പഠിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡ് നടക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റൗണ്ടിലിരുന്നിട്ട് ഓരോരുത്തർ വായിക്കും. അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള ആൾ വായിക്കുമ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് മാറിയിട്ട് അപ്പുറത്തിരിക്കും, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പാസ് ചെയ്യും, വായിച്ചോളാൻ പറയും, എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് മാറും. അപ്പോൾ ഇവർ വായിക്കുന്ന മുഴുവൻ കേട്ടിട്ട് എൻ്റെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് അല്ലെങ്കിൽ ഫുൾ നാടകം ഞാൻ ചിലപ്പോൾ എനിക്ക് കാണാതെ പറയാനുള്ളൊരു കഴിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ കിലോമീറ്ററുകളോളം നടക്കുമ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരു പൊതി കാജയും വാങ്ങിച്ച് നടന്നു കഴിഞ്ഞാൽ എടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് ആകുമ്പോൾ ഞാൻ ആ നാടകം പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആണ് ഡയലോഗ് പഠിക്കുന്ന ഒരു ശീലം. അപ്പോൾ കുണ്ടത്തൂരിൽ നിന്ന് വടപളനി വരെ നടക്കും. അത് തമിഴ് ഡയലോഗുകളാണ്. അപ്പോൾ അത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിത്തിരി പാടുള്ള കാര്യമാണ്. പിന്നെ സാധാരണ നമ്മൾ സംസാരിക്കുന്ന തമിഴല്ല, അവിടുത്തെ തൂയത്തമിഴ് എന്ന് പറയും, സെന്തമിഴ്, തൂയത്തമിഴ്, അങ്ങനെ പഴന്തമിഴ്, അങ്ങനെ വ്യത്യാസങ്ങളുണ്ടല്ലോ തമിഴിൽ. അപ്പോൾ തൂയത്തമിഴ് എന്ന് പറയുന്നത് നമ്മൾ ഈ പുരാണ സിനിമകളിലൊക്കെ കേൾക്കുന്ന ഭാഷയാണ്. வட்ட நிலாவை வாரியெடுத்து உன் பட்டு கன்னத்தில் முத்தம் பதித்திட கவிதை பாடும் உன் கண்கள் வலயத்தில் காலம் முழுவதும் கட்டுண்டு கிடந்திட சொக்கச் சுவந்த உன் சிங்காரமேனியை கைக்குள் அடக்கி காலத்தை வென்றிட ആസൈതാൻ ஆனால் ആകാത ആസൈ. ഈ സാധനം ഒക്കെ പഠിക്കണം. ദുര്യൻ മുതൽ യാവരെയും കൊല്ലാമൽ എൻ കരത്താൽ ത്യാഗം തനിക്ക മാട്ടേൻ ഇங்கு விண்ணவர் மீதிலானை பராசக்தி மீதிலானை தாமரை பூவினில் அமர்ந்தால் எங்கள் மரவுக்கு தேவன் கண்ணன் மீதிலானை எங்கள் பெண் திரௌபதியை துடை மீது வந்து ஒக்காரு என்று சொன்ன நாய் மகன் துரியோதனனை ഇപ്പം കിട്ടുന്നില്ല അത്. അങ്ങനെ ഈ കടിച്ച പൊട്ടാത്ത ഡയലോഗൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നടന്ന് പഠിക്കും. അപ്പോൾ അവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ഓരോ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി. ഇടയ്ക്കും തലയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരും, ഇങ്ങനെ കാണും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണമല്ല. അപ്പം ഇങ്ങനെ പരാതി പറയലും കരയാനൊക്കെ നമുക്ക് കൂട്ടുകാരായി. രാഗിനി, പത്മിനി, ലളിത, ആ അമ്മമാർ 3 പേരുണ്ട്. ശിവാജി സാറിൻ്റെ സ്പിരിറ്റ് അവിടെ ഉണ്ട്, ത്യാഗരാജ ഭാഗവതരുണ്ട്. അപ്പോൾ ആ വീട് സത്യത്തിൽ ഭയങ്കര വൈബായിരുന്നു, ഒരു എനർജി തരുന്ന, ആരൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നൊരു സുഖമുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ എനിക്കൊരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഈ തിയേറ്റർ ലാബിൽ സുബ്രഹ്മണ്യ ശിവ എന്ന് പറയുന്നൊരു സംവിധായകൻ ഓഡീഷന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് ഞാൻ ഇവിടെ നിന്ന് കുണ്ടറത്തൂരിൽ നിന്ന് ഈ ക്ലാസ്സിൽ പോകുമ്പോൾ കേൾക്കുന്നത് ഇന്നേക്ക് ഈവനിങ് ആഡീഷൻ എടുക്കടാ, അവർ തിരുടാത്തിരുടി ഡയറക്ടർ അവർ ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹത്തിൻ്റെ സിനിമ ധനുഷിനെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് തിരുടാത്തിരുടി. അത് ഭയങ്കര ഹിറ്റായിരുന്നു അവിടെ. അതിലെ മന്മഥരാസ എന്ന് പറയുന്ന പാട്ടൊക്കെ ഉള്ള സിനിമ. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള സീഡൻ എന്ന് പറയുന്നൊരു സിനിമ, നമ്മുടെ ഉണ്ണി മുകുന്ദനെ നായകനാക്കിയിട്ട് ഒരു സിനിമ തമിഴിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗി എന്ന് പറയുന്ന ഡയറക്ടർ അമീർ സാറ് നായകനായി യോഗി ബാബു എന്ന് ഇന്ന് അറിയപ്പെടുന്ന, ഇന്ന് എന്താ പറയുക, മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ വാങ്ങുന്ന ഭയങ്കര തിരക്കുള്ള ഒരു നടൻ യോഗി ബാബു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ യോഗി ബാബുവിൻ്റെ യോഗി എന്ന് പറയുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ആ പേര്. അപ്പോൾ യോഗി ബാബുവിൻ്റെ ഒക്കെ ഗുരു ആയിട്ടുള്ള ഈ സുബ്രഹ്മണ്യ ശിവ ഓഡീഷന് വരുന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഏകദേശം ഇതേപോലെയാണ് നമ്മുടെ തിയേറ്റർ ഉള്ളത്. അപ്പോൾ തിയേറ്റർ ലൈറ്റുകൾ മുകളിൽ നിന്നുണ്ട്. ആ തിയേറ്ററിൽ പഠിച്ചു പോയവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആയിട്ട് ഒരു 30-നും 20-നും ഇടയ്ക്ക് ആളുകളുണ്ട്. 25-ഓ 20-ഓ അത്രയും ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തമിഴിൽ ഓരോ സബ്ജക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ പെർഫോം ചെയ്യാനുള്ള ഒരു ഫ്ലോ ഉണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എന്ത് പെർഫോം ചെയ്യുമെന്നുള്ളത്. ഞാൻ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പുറകോട്ട് മാറി ഏകദേശം ഏറ്റവും അവസാനത്തെ ആളായി ഞാൻ മാറി. ഞാൻ പെർഫോം ചെയ്യാൻ വരുമ്പോൾ ഏകദേശം സമയം ഒരുപാട് അതിക്രമിച്ചു. അപ്പോൾ ഇനി ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് കൂടെയുള്ളവർ മണി ചെയ്തിട്ടില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇവനെ ഓഫീസിലേക്ക് വിടാം എന്ന് നമ്മുടെ സാറ് പറയുമ്പോൾ ഈ സുബ്രഹ്മണ്യ ശിവ പറഞ്ഞു കുഴപ്പമില്ല, ഒരാളും കൂടിയല്ലേ ഉള്ളൂ, നമുക്ക് കാണാം, ചെയ്യിപ്പാന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ കറണ്ട് അങ്ങ് പോയി. കറണ്ട് എല്ലാവരും കൂടി അയ്യോ എന്നൊക്കെ പറഞ്ഞൊരു. അപ്പോൾ സാരമില്ല, ഓഫീസിൽ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ 1-2 പേര് മൊബൈലിലെ ടോർച്ച് ലൈറ്റ് തെളിയിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഈ ലൈറ്റ് മതി, ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പടിയാന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ലൈറ്റ് ഓൺ ചെയ്തു. ആ സ്ഥലത്തിന് വേറൊരു മൂഡ് ക്രിയേറ്റായി. അത്രയും നേരം ബാക്കിയുള്ള ആക്ടേഴ്സിന് കിട്ടിയ ഒരു ലൈറ്റല്ല എനിക്ക് കിട്ടിയത്, എനിക്ക് വേറൊരു ലൈറ്റ് കിട്ടി. അവിടെ അത്രയും നേരം പെർഫോം ചെയ്ത ആർട്ടിസ്റ്റിന് കിട്ടിയ സൈലൻസ് അല്ല എനിക്ക് കിട്ടിയത്. അതായത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നൊരു സൈലൻസ് ഇല്ലേ, അല്ല ഞാൻ എന്നോട് തന്നെ പറയുക, ഇപ്പോൾ എനിക്ക് ഇവിടെ വേറൊരു അനക്കവും ഇല്ല. ഞാൻ മിണ്ടാതെ ഇരുന്നാൽ കൂ എന്ന് പറയുന്നൊരു ശബ്ദം എൻ്റെ കാതിൽ കേൾക്കാം എന്ന് പറയുന്ന രീതിയിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് കിട്ടി. ഭയങ്കര കോൺഫിഡൻ്റ് വന്നു. വേഗം ഒരു കാല് മടക്കി അങ്ങ് വെച്ചു, റെയിൽവേ സ്റ്റേഷനായി സങ്കല്പിച്ചു. എന്നിട്ട് കേരളത്തിൽ നിന്ന് മദ്രാസിലേക്ക് സിനിമ അഭിനയിക്കാൻ വേണ്ടി വന്ന് ഭ്രാന്തായ ഒരു പിച്ചക്കാരനായി എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറഞ്ഞ് ചിരിച്ച് കുറച്ചപ്പാടൊക്കെ എടുത്ത് 2 തുപ്പൊക്കെ തുപ്പി അവിടെ ഒരു വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒരു അതുവരെ കണ്ട പെർഫോമൻസിൽ നിന്നൊക്കെ ചേഞ്ചായിട്ട് വേറൊരു അവതരണം. ഇത് കഴിഞ്ഞ് എല്ലാവരും നന്നായിട്ട് കൈയടിച്ചു. അപ്പോൾ തന്നെ കരണ്ടും വന്നു. ഈ കരണ്ടും വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ മുഖം കാണുമ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ ഇന്നാണ്. കാരണം അത്രയും ഹാപ്പിയായിരുന്നു ഈ ഡയറക്ടറും എൻ്റെ
സാറും എല്ലാവരും അതേപോലെ തന്നെ കൂടെ ചെയ്തവരൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇത് ഞാൻ ഓപ്പറേറ്റ് ചെയ്താൽ പോലും ഇത്ര മനോഹരമായിട്ട് സംഭവിക്കില്ല. ഈ സംഭവം വരെയുള്ള എൻ്റെ ജീവിതം ആലോചിച്ച് നോക്കുമ്പോൾ എന്നെ ഇവിടെ എത്തിച്ച് എന്നെ ഈ ഒരു പരുക്കൻ സ്വഭാവത്തിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ എവിടെ ജനിച്ചു, എങ്ങനെ വളർന്നു, എങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ തെറ്റി ഈ പറഞ്ഞ ഒരു നശിച്ച കള്ളുകൂടിയും എൻ്റെ തോന്നിവാസമൊക്കെ കൊണ്ട് പല നല്ല നല്ല അവസരങ്ങൾ കളഞ്ഞ് എന്നെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ വെറുപ്പിച്ച് ഞാൻ ഇവിടെ വന്ന് എനിക്ക് അനുകൂലമായി സംഭവിക്കുന്നു. അപ്പോൾ ഇത് പ്രകൃതി ആസൂത്രണം ചെയ്യുന്നതാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ ട്രാക്കിൽ കയറിയിട്ടുണ്ട്. തിയേറ്റർ ലാബ് തന്നെയാണ് നമ്മുടെ സ്ഥലം എന്ന് ഉറപ്പിച്ചു. അവിടെയുള്ള അങ്ങോട്ട് ക്ലാസ്സിന് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റായി. ഈ പറഞ്ഞ പോലെ അന്നത്തെ ഓഡിഷൻ കഴിഞ്ഞ് അന്നത്തെ രാത്രി വളരെ സന്തോഷവാനായിട്ട് ഉറങ്ങി. സംഗീത സ്റ്റുഡിയോയിൽ അത്തരം ഒരു ചാൻസുകളും കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഏകദേശം കയറിക്കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അവിടെ പണി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. പക്ഷേ അവിടെ നിന്നിട്ട് പണി പഠിച്ചു. അവിടെ എല്ലാ മേഖലയിലും എല്ലാ റൂമുകളിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലും ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകണം. അപ്പോൾ ഡബ്ബിങ്ങിൽ പോകും, കുറച്ച് നേരം അവിടെ ഇരിക്കും. അപ്പോൾ ഈ ശ്രീജ മാം അവിടെ ഇരുന്ന് ഡബ്ബ് ചെയ്ത് നിമിഷം കൊണ്ട് കരയുന്നു, ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഈ അത്ഭുതം നേരിട്ട് കാണുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഈ ധരണി സാറിൻ്റെ അവിടെ മുകളിൽ പോവും. അവിടെ വലിയൊരു തിയേറ്ററാണ്, സ്ക്രീൻ ഏതാണ്ട് ഇത്രയും തന്നെ വലിപ്പമുള്ള. അവിടെ സാറ് ഏറ്റവും അറ്റത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ടാണ് ഈ സൗണ്ട് ഇത് ചെയ്യുന്നത്. ഈ എഫക്ട്സ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ലൈവ് ചെയ്യാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്നപ്പോൾ നായകനോ നായികയോ നടന്നു വരുന്ന, ഇപ്പോൾ ഈ ഷൂവിൻ്റെ ശബ്ദം ഉണ്ടാക്കുക, അവർ നടന്നു വരുന്ന പോലെ അത് കണ്ടുകൊണ്ട് ഈ ശബ്ദം ഇങ്ങനെ നടന്ന് കൊടുക്കും. പിന്നെ ഈ അടിക്കുന്ന ശബ്ദം, ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിനൊക്കെ വ്യത്യാസമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ പരിപാടി. പിന്നെ എന്തെങ്കിലും കഴിക്കുന്നതുണ്ടെങ്കിൽ അവർ കടിക്കുന്ന സമയത്ത് കൊള്ളൈക്കാരൻ എന്ന് പറഞ്ഞ ഒരു സിനിമ, അതിനകത്ത് വിമൽ എന്ന് പറയുന്ന ആക്ടർ ഒരു ആപ്പിൾ കടിക്കുന്നുണ്ട്. ഒരു പരസ്യം പോലെ വരും. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ വരും, പിടിക്കും, ഇങ്ങനെ ഒരു കടിക്കും. ആ കടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ശബ്ദം ഉണ്ടല്ലോ, ആപ്പിൾ കടിക്കുന്നത്, അത് ഇവിടെ ഒറിജിനലായിട്ടിരുന്ന് കഴിക്കുക. അപ്പോൾ അതൊക്കെ ഒരു ടേക്കിലൊന്നും ശരിയാവണമെന്നില്ല. അപ്പോൾ ഒരു 1/2 കിലോ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അത് ഭയങ്കര തമാശയായിട്ടും അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഏതോ ഒരു കൊള്ളക്കാരൻ സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഏതൊരു സീനിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ കാട്ടിൽ കൂടി പോവുക. അപ്പോൾ ഇങ്ങനെ വകഞ്ഞ് ഈ ചെടികൾ വകഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഈ ശീമക്കൊന്നയുടെ ഇല പോലത്തെ 2 കൊമ്പുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ശബ്ദം ഉണ്ടാക്കണം. അതേപോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട് ബൈക്ക് കൊണ്ടുവന്നിട്ട് ഇത് വെച്ച് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ശബ്ദം എടുക്കുക. അപ്പോൾ ഇതിൽ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞത്, ഈ 7ാം അറിവ് സിനിമയിൽ വില്ലൻ്റെ എൻട്രിയിൽ വില്ലൻ ഒരു പൂച്ചക്കണ്ണല്ല, ഒരു ചൈനക്കാരൻ വരുന്നു. ഒരു തെരുവിലേക്കാണ് അയാൾ വരുന്നത്. വന്നിട്ട് അയാളൊരു പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് ആ പട്ടി ആ ബിസ്ക്കറ്റ് തിന്ന് അത് ഒരു വൈറസ് ബാധിച്ച് ആ പട്ടി വേറെ പട്ടികളെ പോയി കടിച്ച് അതങ്ങനെ കടിച്ച് ആ നാട് മുഴുവനും ആ രോഗത്തിന് അടിമപ്പെടുന്ന ഒരു പരിപാടിയാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്നുണ്ടല്ലോ, അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ശബ്ദം ഞാനാണ് ചെയ്തത്. അത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ 7ാം അറിവ് സിനിമ അതിനകത്ത് എൻ്റെ ശബ്ദം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ന് പറഞ്ഞു. ഇവർ കണ്ടു കഴിഞ്ഞിട്ട് നിൻ്റെ ശബ്ദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ആ പട്ടി ബിസ്ക്കറ്റ് തിന്നുന്ന ശബ്ദം എൻ്റെയാണ് എന്ന് പറഞ്ഞു.
അതാണ് എഫക്സ് റൂമിൽ എൻ്റെ ഒരു അനുഭവം. ഒരു ടൈമിൽ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ എഫക്സ് പഠിച്ചിട്ട് ഇതിൽ ഒന്ന് എഫക്സ് ആർട്ടിസ്റ്റായി മാറിയാലോ, അത്യാവശ്യം നല്ല പൈസ കിട്ടും, കാരണം അത് ചെയ്യാൻ അധികം ആളുകളില്ല, അപ്പോൾ അത് പഠിച്ചാലോ എന്നൊക്കെ ആലോചിച്ചു. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിയേറ്റർ ലാബിലെത്തി. തിയേറ്റർ ലാബിൽ ഈ ഓഡിഷനിൽ വിജയിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഈ സുബ്രഹ്മണ്യ ശിവ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിൽ വിളിച്ച് അവിടെ ഒരു ഓഡീഷൻ, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പെട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഒരു പട്ടാപ്പകലാണ്, പ്രത്യേകിച്ച് ലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ മ്യൂസിക്കിൻ്റെ ഒന്നിൻ്റെയും സഹായമില്ല. അപ്പോൾ പെട്ടെന്ന് സ്ട്രീറ്റ് തന്നെയാണ് ഓർമ്മ വന്നത്. ഒരു അന്ധനായിട്ടുള്ളൊരു അപ്പൂപ്പനും കയറി കൂടി നടക്കുന്ന ഒരു കുഞ്ഞും. അപ്പോൾ ഈ രണ്ട് പേരുടെ ഒരു മോണോലോഗ് പോലെ, ഒരു മോണാക്ട് പോലെ ഒരു അവതരിപ്പിച്ചു. അപ്പോൾ അത് അവതരിപ്പിച്ചത് അത്ര കറക്റ്റായിരുന്നില്ല, കാരണം അത് പാളിപ്പോകുന്നുണ്ടായിരുന്നു. ഈ കൊച്ചിങ്ങനെ നടക്കുന്ന പോലെ കാണിക്കും, അതിനിടയ്ക്ക് അപ്പൂപ്പൻ ഇവിടെ നിന്ന് പാടിയിട്ട് എന്തൊക്കെയോ പറയും, പക്ഷെ അത് കൃത്യമാവണ്ടായില്ല. ഇതിനിടയിൽ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടു. അത് എൻ്റെ പോക്കറ്റിൽ മൊബൈലുണ്ടായിരുന്നു. ഈ മൊബൈൽ അടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ കയറുമേ പോകുന്ന കുട്ടി ഈ മൊബൈലെടുത്ത്, ഡേയ് താത്ത കൂടെ ഇത് പണിയിട്ടിരിക്കണ്ട, ഞാൻ അപ്പുറം കട്ട് പണ്ണ് എന്ന് പറയും. ഈ കയറിൽ നിന്ന് വീഴുകയും അപ്പോൾ ഈ താത്ത ചീത്ത പറയുകയും ചെയ്യുന്നൊരു ഇമ്പ്രവൈസേഷൻ അവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഈ സ്പോട്ടിലുള്ള ഇടപെടലുകൾ ഈ സിനിമയിലേക്ക് എടുക്കാൻ വീണ്ടും അവരെ പ്രേരിപ്പിച്ചു. അപ്പോൾ റൂമൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയൊക്കെ ആയിരുന്നു. നമ്മളൊരു ആക്ടറായിട്ടാണ് ഇവർ ഡീൽ ചെയ്യാൻ പോണേ എന്നുള്ളൊരു സ്വപ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു നാടകം ചെയ്യാൻ പോയ പ്രതിനിധിയാണ് കണ്ടത്. നമ്മൾ പോയി ഇങ്ങനെ ഹോളിൽ പാവിരിക്കുന്നു, ആ പായയുടെ തലപ്പത്ത് നമ്മുടെ ബാഗ് വയ്ക്കുന്നു, ഒരു കോമൺ ബാത്റൂം, എല്ലാവരും ക്യൂ നിന്ന് കുളിക്കാനും ബാത്റൂമിൽ പോകാനൊക്കെ ക്യൂ നിൽക്കുന്നു. ഇതായിരുന്നു അവസ്ഥ.